അടിയന്തരാവസ്ഥക്കാലത്തെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പോൾ കാലത്തിൻ്റെ ഒരു ഗതിവേഗത്തിൽ ചില ഓർമ്മകൾക്കൊക്കെ മാറാല കെട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അടിയന്തരാവസ്ഥക്കാലത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മനസ്സിൽ ഒരു ഭീതിതമായിട്ടുള്ള ഓർമ്മയായിട്ട് നിലനിൽക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ഭാരതീയ ജനസംഘത്തിൻ്റെ ഇപ്പോഴത്തെ കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദുമ നിയോജക മണ്ഡലത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്നു. ജൂൺ മാസം 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ബന്തെടുക്ക എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ സംഘടനാ പ്രവർത്തനമായിട്ട് പോയ ഒരു സമയത്താണ് പ്രഖ്യാപനത്തിൻ്റെ വിവരം അറിയുന്നത്. വിവരം അറിഞ്ഞു. അവിടുന്ന് വലിയ പ്രശ്നങ്ങൾ വരാൻ പോവുകയാണ്, അന്നത്തെ ജനസംഘം പ്രവർത്തകരെയൊക്കെ അറസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് ചിലരൊക്കെ ഒളിവിൽ പോകേണ്ട കാര്യമുണ്ട്, അല്ലാത്തവർ പരസ്യമായിട്ട് തന്നെ പ്രവർത്തന രംഗത്തുണ്ടാവണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്താണ് 1975 ജൂലൈ മാസം 2-ാം തീയതി ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന സമിതി യോഗം കോഴിക്കോട് ചേരുന്നുണ്ട് എന്നുള്ളൊരു നിർദ്ദേശം കിട്ടി. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ജൂലൈ മാസം 1-ാം തീയതി 2-ാം തീയതി രാത്രി ഇവിടുന്ന് കണ്ണൂരിൽ നിന്ന് തീവണ്ടിക്ക് കോഴിക്കോടേക്ക് പോയി. ഞാനുണ്ടായിരുന്നു. അന്ന് ജനസംഘത്തിൻ്റെ കണ്ണൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി ആയിരുന്ന KC കണ്ണൻ എന്ന് പറയുന്ന കടച്ചി കണ്ണാട്ടനുണ്ടായിരുന്നു. കാസർഗോഡുള്ളൊരു രവീന്ദ്രൻ, അദ്ദേഹം അവിടെ കാസർഗോഡ് ജനസംഘത്തിൻ്റെ പൂർണ്ണസമയ പ്രവർത്തകനായിരുന്നു. മഞ്ചേശ്വരം പൂർണ്ണസമയ പ്രവർത്തകനായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേര് കൂടിയാണ് ട്രെയിനിൽ പോകുന്നത്. ഞങ്ങൾ കോഴിക്കോടെത്തി. കോഴിക്കോട് വെങ്കടേഷ് പാളയം റോഡിലുള്ള വെങ്കടേഷ് ബിൽഡിംഗ് ഉണ്ട്. അവിടെ ഈ ജനസംഘത്തിൻ്റെ കാര്യാലയം ആ വെങ്കടേഷ് ബിൽഡിങ്ങിലാണ്. അന്ന് കേസരിയുടെ കാര്യാലയവും വെങ്കടേഷ് ബിൽഡിങ്ങിലാണ്. അങ്ങനെ നമ്മുടെ ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. അതിൽ ഏറ്റവും മുകളിലത്തെ 5-ാമത്തെ നിലയിലാണ് ജനസംഘം കാര്യാലയം ഉള്ളത്. ഞങ്ങളോട് അവിടുത്തെ ഓഫീസ് സെക്രട്ടറി അവിടെ ആ 5-ാം നിലയിൽ കയറാൻ പറഞ്ഞു. കയറി അവിടെ രാത്രി 10-11 മണിയായിട്ടുണ്ടാവും തോന്നുന്നു. കയറി ഞങ്ങൾ കിടന്നു. അന്ന് വലിയ സംവിധാനങ്ങളൊന്നും ഓഫീസുകളൊന്നും ഇല്ല. സാധാരണ നിലത്ത് പുൽപ്പായ വിരിച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത്. കിടന്ന് ഏകദേശം ഒരു 12 മണി 1 മണിയായ സമയത്ത് വലിയ ശബ്ദം താഴെ നിന്ന് ഒരു വാഹനങ്ങൾ വന്നിട്ട് ഇതിൻ്റെ താഴെ നിർത്തുന്നതായിട്ടുള്ള ശബ്ദം കേട്ടു. ഞങ്ങൾ പെട്ടെന്ന് എന്താണ് ഇത് സംഭവം എന്നറിയാതെ ഉറക്ക തെളിഞ്ഞു. അപ്പോഴൊക്കെ പടപട ഇങ്ങനെ ഇതിൻ്റെ മേലേക്ക് ആളുകൾ അരച്ചു കയറുന്നു. വന്നിട്ട് വാതിലിന് മുട്ടുന്നു. വാതിലിന് മുട്ടി അവസാനം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വന്ന് വാതിൽ തുറന്ന് നോക്കിയ സമയത്ത് ഒരു വലിയ സംഘം പോലീസിൻ്റെ പട തന്നെ ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വാതിൽ തുറന്ന ഉടനെ പോലീസുകാർ ഓഫീസിലേക്ക് ഇരച്ച് കയറി. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ, ഒന്നും ചെയ്യാന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഉടുത്ത മുണ്ട് പോലും ശരിക്കും ഉടുക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ വന്ന് ആദ്യം ഞങ്ങളുടെ കണ്ണ് കെട്ടി. അതിനുശേഷം ഞങ്ങളെ ഉടുത്ത മുണ്ട് കൊണ്ട് ഞങ്ങളുടെ കൈ പിന്നിൽ കെട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു പോയവർ. അവിടെ ഓഫീസ് സെക്രട്ടറി ആയിട്ടുള്ള ഒരു നളരാജൻ ഉണ്ടായിരുന്നു. കോഴിക്കോട് ജനസംഘത്തിൻ്റെ ഫുൾ ടൈം പ്രവർത്തകർ ലക്ഷ്മണൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 5-6 പേര് അവിടെ നിന്ന് ഞങ്ങളെ പിടിച്ച് ഈ പറഞ്ഞ രീതിയിൽ ബലം പ്രയോഗിച്ച് താഴെ വലിച്ചിറക്കി പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട് പിന്നെ അങ്ങനെ അവർ വണ്ടി വിട്ടു. ശരിക്കും പറഞ്ഞാൽ മണിക്കൂറുകളോളം വണ്ടി കോഴിക്കോട് നഗരത്തിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് അതിഭീകരമായ നിലവിളിയാണ്. എന്നെ കൊല്ലുന്നേ എന്നുള്ള ഒരു കേട്ടാൽ ഭയമുണ്ടാക്കുന്ന രീതിയിലുള്ള നിലവിളിയാണ് കേൾക്കുന്നത്. ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. വലിയ നിലവിളിയും അടിയുടെ ശബ്ദവും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആ അടിയുടെ ശബ്ദവും അതുപോലെ നിലവിളിയുടെ ശബ്ദമൊക്കെ നിലച്ചു. ഞങ്ങളെ അവിടെ നിന്ന് വീണ്ടും വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയി
എവിടെയാണ് എന്നും ഞങ്ങൾക്കറിയില്ല. കാരണം കണ്ണ് കെട്ടിയതുകൊണ്ട് പരസ്പരം ആരൊക്കെയാണ് വണ്ടിയിൽ കയറ്റിയിട്ടുള്ളത്, ആരൊക്കെയാണ് എന്നൊക്കെ ഒന്നും നമുക്ക് അന്നേരം മനസ്സിലായില്ല. കുറേ കഴിഞ്ഞ് ഞങ്ങളെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് നടതള്ളി, നമ്മൾ സാധാരണ പറയാറില്ലേ, ഒരു ജയിലിലൊക്കെ പോകുമ്പോൾ നട തള്ളുക എന്നൊക്കെ പറയാറുണ്ടല്ലോ. അതുപോലെ ഞങ്ങളെ ഈ പറഞ്ഞ റൂമിൽ കൊണ്ടുപോയിട്ട് തള്ളുകയാണ് ഉണ്ടായത്. കുറേ കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ഉള്ളിൽ അവർ അടച്ചിട്ടതിന് ശേഷം പോലീസുകാരൊക്കെ അവിടെ നിന്ന് മാറിയതിന് ശേഷമാണ് പിന്നീട് ഞങ്ങൾക്ക് പരസ്പരം ഞങ്ങൾ കൈയുടെ കെട്ട് കഴിച്ചു, കണ്ണിൻ്റെ കെട്ട് കഴിച്ചു. അപ്പോഴാണ് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അന്ന് ജന്മഭൂമിയുടെ ചുമതലയുണ്ടായിരുന്ന പി നാരായൺജി, അദ്ദേഹം ജന്മഭൂമിയുടെ പത്രാധിപരായിരുന്നു. അതുപോലെ കണ്ണൂരിലെ പത്രകാരണവർ എന്ന് കണ്ണൂർക്കാർ വിശേഷിപ്പിക്കുന്ന PVK നെടുങ്ങാടി സാർ, അദ്ദേഹം അന്ന് ആ സമയത്ത് ജന്മഭൂമി കോഴിക്കോട് തുടങ്ങിയ സമയത്ത് അന്നത്തെ സായാഹ്ന പത്രമായി തുടങ്ങിയ സമയത്ത് അതിൻ്റെ പത്രാധിപരായിരുന്നു. പിന്നെ കേസരിയുടെ സഹപത്രാധിപരായിട്ടുള്ള ഒരു രാജശേഖരൻ ഉണ്ടായിരുന്നു. പിന്നീട് പേരാമ്പ്രയിൽ ഉള്ള ഒരു PP തോമാർ, ഞങ്ങളങ്ങനെ 11 പേര്. പിന്നെ സംഘത്തിൻ്റെ പ്രചാരകനായിരുന്നൊരു പെരച്ചൻ, കോഴിക്കോടുള്ള ഒരു പെരച്ചൻ ഉണ്ടായിരുന്നു. അങ്ങനെ 11 പേര് ആണ് ആ ലോക്കപ്പിലുണ്ടായിരുന്നത്. ഞങ്ങൾ പരസ്പരം കാര്യങ്ങൾ പങ്കുവെച്ചു. കുറേ സമയം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നൊരു സാധനം ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ വിശക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ അടുത്തുള്ള ബാത്റൂമിൽ പോയിട്ട് അവിടുന്ന് പച്ചവെള്ളം കോരി കുടിക്കും. ഈ PVK നെടുങ്ങാടി വളരെ രസികനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പ്രായം അന്ന് എനിക്ക് തോന്നുന്നു അന്ന് തന്നെ 10-75 വയസ്സുണ്ടാവും. തീരെ അവശനാണ്, കണ്ണ് കാണില്ല, 2 കണ്ണട വെച്ചിട്ട് വായിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പറയും, വയറ് നിറയെ കുടിച്ചോളൂ, എപ്പോഴാണ് എന്തെങ്കിലും കിട്ടുകയെന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ വെള്ളം കുടിച്ചിട്ട് വയറ് നിറച്ചിട്ടുള്ള 2-3 ദിവസങ്ങൾ. ഒടുവിൽ രണ്ടാമത്തെ ദിവസം ഈ നാരായൺജിയുടെ പോക്കറ്റിൽ എങ്ങനെയോ ഇത് അദ്ദേഹത്തിൻ്റെ ഷർട്ട് ഇട്ടപ്പോൾ അതിൽ ഉണ്ടായിരുന്ന കുറച്ച് ചെറിയൊരു നാമമാത്രമായ തുക, ആ തുക ഒരു പോലീസുകാരന് കൊടുത്തിട്ടാണ് ഒരു നേരം 2 നേരം ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത്. അങ്ങനെ 3-4 ദിവസം ആ ലോക്കപ്പിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളെ 11 പേരെയും 2 കേസിൽപ്പെടുത്തിയിട്ട്, ഞാനടക്കമുള്ള 6 പേരെ, നമ്മളെ കണ്ണേട്ടൻ, അങ്ങനെയുള്ള 6 പേരെ അവിടെ കോഴിക്കോട് വളയനാട് ക്ഷേത്രത്തിൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പരേഡ് നടത്തിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ പേരിൽ ചാർജ് ചെയ്തു. കാരണം ഞാൻ ഈ 2-ാം തീയതി ഞങ്ങളെ അറസ്റ്റ് ചെയ്തെങ്കിലും RSSനെ നിരോധിക്കുന്നത് ജൂലൈ മാസം 4-ാം തീയതിയാണ്. അപ്പോൾ 4-ാം തീയതി ഞങ്ങൾ സംഘത്തിനെ നിരോധിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നിരോധിക്കപ്പെട്ട സംഘടനയുടെ വളയനാട് ക്ഷേത്രം, കോഴിക്കോട് കുറച്ച് ഉള്ളോട്ടായിട്ട് വരും, അവിടെ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പരേഡ് നടത്തിയെന്ന് പറഞ്ഞ് ഞങ്ങൾ 6 പേരെയും, നാരായൺജി അടക്കം ഒരു 5 പേരെ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ എഴുതി പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 5 പേരെയും 11 പേരെ ഞങ്ങളെ കോഴിക്കോട് ജില്ലാ ജയിലിൽ റിമാൻഡ് ചെയ്യുകയായിരുന്നു. റിമാൻഡ് ചെയ്തു. കോഴിക്കോട് അന്ന് സെഷൻ ജഡ്ജിയായിരുന്ന ഒരു ആൻ്റണിയാണ് അന്ന് അവിടുത്തെ സെഷൻ ജഡ്ജി. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങളെ റിമാൻഡ് ചെയ്തു കോഴിക്കോട് ജില്ലാ ജയിലിൽ. സ്വാഭാവികമായിട്ട് ജയിലിലെ സൗകര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ഇന്നത്തെ ഒരു സൗകര്യങ്ങളും അന്നത്തെ ജയിലിലുണ്ടായിരുന്നില്ല. ചായ കിട്ടില്ല, മറ്റ് യാതൊരു അടിയന്തരാവസ്ഥയായതുകൊണ്ട് കുടുംബക്കാർക്ക് സന്ദർശിക്കാനുള്ള അവസരം വളരെ വിരളമാണ്. രാവിലെ നമ്മൾ അതിന് ഒരു ജീപ്പ് എന്നാണ് ജീപ്പ് പറയുക, 2 വലിയ ഒരു നമ്മുടെ ഈ സാധാരണ വലിയ ഒരു ചപ്പാത്തിയും അതിൻ്റെ കൂടെ ഒരു ഉരുള ചമ്മന്തിയാണ് അന്ന് തടവുകാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്, ഒരു കൊണ്ട വെള്ളവും. ആയിരുന്നു അവിടുത്തെ ആഹാരം. ഉച്ചക്ക് ടൈം പീസ് എന്ന് പറയുന്ന ഒരു ഉരുള ചോറ്, ആ ടൈം പീസിൻ്റെ മാതൃകയിലുള്ള ചോറും കുറച്ച് ഈ അപ്പക്കാടി എന്ന് പറയും, നമ്മുടെ നാടൻ ഭാഷയിൽ അപ്പക്കാടി എന്ന് പറയുന്ന ഒരു തരം കറിയും, കുറേ ഈ പച്ചക്കായ, കപ്പ, ചേമ്പ്, ഇതൊക്കെ കൂടി ചേർന്നുള്ള ഒരു മിശ്രിതമാണ് ഈ പറയുന്ന കറി. ഇതൊക്കെയായിരുന്നു അന്നത്തെ ആഹാരം. ചായ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങൾ അവിടെ ലഭ്യമായിട്ടേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഒരു 14 ദിവസം കൂടുമ്പോൾ കോടതിയിൽ കൊണ്ടുപോകും. ഞങ്ങൾ റിമാൻഡ് ഇങ്ങനെ നീട്ടിക്കൊണ്ടിരുന്നു. അവസാനം ഞങ്ങളെ ഒന്ന് കേസ് ബാധിച്ചിരുന്ന കോഴിക്കോടുള്ളൊരു വക്കീൽ, ഇതിൻ്റെ പേര് ഒരു സംഘടനാ കോൺഗ്രസിൻ്റെ അവിടുത്തെ നേതാവായിരുന്നൊരു വക്കീലാണ് ഞങ്ങളെ കേസ് ബാധിച്ചത്, ഏൽപ്പിച്ചത്. ഒടുവിൽ അദ്ദേഹമായിട്ട് കൺസൾട്ട് ചെയ്ത് അദ്ദേഹം മജിസ്ട്രേറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സമയത്ത് ചിലപ്പോൾ 6 കൊല്ലം വരെ
ഞങ്ങൾ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ 6 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഞങ്ങളുടെ പേരിൽ ചുമത്തിയിരുന്നത്. ഈ പറഞ്ഞ നിരോധിക്കപ്പെട്ട സംഘടനയുടെ പരേഡ് നടത്തി നിരോധിത മുദ്രാവാക്യങ്ങൾ എഴുതി പ്രചരിപ്പിച്ചു. ഇതൊക്കെയാണായിരുന്നു അന്നത്തെ ഞങ്ങളുടെ വകുപ്പുകൾ. അവസാനം അത് ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കുറ്റം നിഷേധിക്കുകയും ജയിൽവാസം തുടരുകയും ചെയ്തു. അങ്ങനെ 4 മാസം ഞങ്ങളെ കോഴിക്കോട് ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കിടന്ന ശേഷം ഒടുവിൽ കേസ് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ കേസ് വാദിച്ച് ആ വക്കീലിൻ്റെ പേര് രാജഗോപാൽ, അഡ്വക്കേറ്റ് രാജഗോപാൽ എന്ന് പറയുന്ന വക്കീലാണ് ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചത്. അങ്ങനെ 4 മാസം കഴിഞ്ഞതിന് ശേഷം ജഡ്ജി ഞങ്ങളെ നിരുപാധികം മോചിപ്പിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ ഈ പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, ഞങ്ങൾ 3 പേര് കോഴിക്കോട് ജില്ലക്കാർ, ബാക്കി 4-5 പേര് കണ്ണൂർ ജില്ലക്കാർ, ബാക്കി 4-5 പേര് കോഴിക്കോട് ജില്ലക്കാർ, കോട്ടയത്തുള്ള രാജശേഖരൻ വരെ നാരായണൻജി ആണെങ്കിൽ അദ്ദേഹവും അന്നത്തെ കോട്ടയം ജില്ലക്കാരനാണ്. അങ്ങനെയുള്ള നാട്ടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആളുകളാണ് ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവരെ കുറ്റം ചെയ്തതായിട്ട് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നിരുപാധികം മോചിപ്പിക്കുകയായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഇത്തരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ജയിലിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഞങ്ങൾ കേട്ട നിലവിളി, വലിയ നിലവിളി കേട്ടിരുന്നു. അത് ശരിക്കും അന്ന് ജനസംഘത്തിൻ്റെ കോഴിക്കോടെ ചുമതലയുണ്ടായിരുന്ന ദത്താത്രേയ റാവുവിൻ്റെ നിലവിളിയാണ് അദ്ദേഹം കേട്ടത്. അദ്ദേഹം അതിനു മുമ്പായിട്ട് ജന്മഭൂമിയുടെ പ്രിൻ്റർ ആൻഡ് പബ്ലിഷറായിരുന്നു അദ്ദേഹം. അതുപോലെ മറ്റ് പോലീസുകാരുമായിട്ടുള്ള ചില അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അദ്ദേഹമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ അന്ന് ലക്ഷ്മണയായിരുന്നു അവിടുത്തെ പോലീസ് സൂപ്രണ്ട്. ലക്ഷ്മണ പിൽക്കാലത്ത് നമുക്ക് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അടിയന്തരകാലത്ത് നടത്തിയിട്ടുള്ള ക്രൂരതകളൊക്കെ വളരെ വ്യക്തമായിട്ട് പിൽക്കാലത്ത് വെളിവാക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തെ ക്രൂരമായി തല്ലിച്ചതക്കുകയും അദ്ദേഹത്തിന് തൃശ്ശൂർ ജയിലിലേക്ക്, സെൻട്രൽ ജയിലിലേക്ക് മിസ തടവുകാരനായിട്ട് അയക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 4 മാസം കോഴിക്കോട് ജില്ലാ ജയിലിൽ കിടക്കുകയും അവിടെ നിന്ന് മോചിപ്പിക്കപ്പെട്ട് നാട്ടിൽ വരികയും, നാട്ടിൽ വന്നതിന് ശേഷം വീണ്ടും അന്ന് 1975 നവംബർ 14 മുതലാണ് സത്യാഗ്രഹം ആരംഭിക്കുന്നത് രാജ്യവ്യാപകമായിട്ട്. വേണ്ടി സത്യാഗ്രഹം ആരംഭിച്ച സമയത്ത് ഞാൻ ഉദുമയിൽ നിന്ന് തിരിച്ച് തളിപ്പറമ്പ് കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ അന്ന് ഒളിവ് പ്രവർത്തനം, കുരുക്ഷേത്ര വിതരണം, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഘടനാ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഈ ഭാഗത്ത് പ്രവർത്തിക്കുകയായിരുന്നു. 1975 ഡിസംബർ മാസം 24 ഇരിക്കൂർ ബസാറിൽ സമരം നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു 9 അംഗങ്ങളുള്ള ഒരു ബാച്ച് സമരം ചെയ്യാൻ വേണ്ടി പോയി. ഞങ്ങൾ ഇരിക്കൂർ പാലത്തിന് അടുത്ത് നിന്ന് പ്രകടനം ആയിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നഗരത്തിൻ്റെ മധ്യത്തിലേക്ക് നീങ്ങി. മധ്യത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് ആരോ ഫോൺ ചെയ്തതനുസരിച്ചിട്ട് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വണ്ടി പോലീസ് വന്ന്, ആ സമയത്ത് ഞങ്ങൾക്ക് ഈ സമരം ചെയ്യുന്നവർക്കൊരു പ്രത്യേക ചില രീതികളുണ്ടായിരുന്നു. ആരും പെട്ടെന്ന് പോലീസിനെ കണ്ടു കഴിഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരു ഏർപ്പാടൊന്നും ഉണ്ടായത്. സഹന സമരമായിരുന്നു. ഒരു 100% മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട്, ഭാരത് മാതാവിന് ജയ് വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങളുമായിട്ടാണ് ഞങ്ങളന്ന് ഈ സമരത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോലീസ് വന്ന സമയത്ത് പരസ്പരം കൈ കോർത്ത് പിടിച്ച് ടാങ്ക് രൂപത്തിൽ ഇങ്ങനെ നിങ്ങൾ ഒരാളുടെ കൈ ഈ കയ്യിനുള്ളിൽ വെച്ച് മറ്റേ കൈ ഇപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഈ നെഞ്ഞത്ത് കൂട്ടിപ്പിടിച്ചിട്ടാണ് അന്ന് കമഴ്ന്ന് കിടക്കുകയായിരുന്നു. കമടന്ന് കിടന്ന് കുറേ സമയം കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ട് എന്ത് ബലപ്രയോഗം ചെയ്തിട്ടും ഞങ്ങളെ അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. കുറേ കഴിഞ്ഞപ്പോൾ പോലീസുകാർ ലാത്തി കൊണ്ട് ക്രൂരമായ മർദ്ദനമായിരുന്നു. ലാത്തി കൊണ്ടുവന്ന ലാത്തിയൊക്കെ പൊട്ടിയതിന് ശേഷം അവിടെ ഇരിക്കൂർ ടൗൺ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, അവിടെ മുസ്ലിം ലീഗുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു ഇരിക്കൂർ ടൗൺ. അവരിൽ നിന്ന് ഒരു തൊട്ടടുത്തുള്ള ഒരു കടയിൽ വിൽക്കാൻ വെച്ച മഴുത്തായ എന്ന് പറയുന്ന മഴുത്തള്ള എടുത്ത് കൊടുത്തിട്ട് ആ മഴുത്തള്ള കൊണ്ട് അടിച്ച് എല്ലാവരും, എന്നിട്ടും ഞങ്ങൾ ഈ പിടിവിട്ടില്ല. അവസാനം ഈ കൈ 2 കൈത്തണ്ടക്കും മഴുത്തള്ളി അടിച്ചതിന് ശേഷം ഒരാളുടെ കൈ വിട്ടുപോയപ്പോൾ എല്ലാവരും പരസ്പരം ഈ കോർത്ത് പിടിക്കുന്നത് അത് ഒഴിവാക്കപ്പെടുകയും വലിച്ചിഴച്ച് ഞങ്ങളെ തെരുവിലിടുകയും അവിടെയൊക്കെ ഈ വെള്ളം പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഓവുചാലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെയായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത്. കുറേ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരെയും പോലീസ് പൊക്കിയെടുത്ത് വണ്ടിയിലിട്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവിടെ അന്ന് മുഴുവൻ അവിടെ കിടത്തി. അതിൽ ഞാനും ഒരു കാഞ്ഞിലേരിയുള്ള ഇരിക്കൂറിനടുത്ത് ശ്രീകണ്ഠപുരത്തിനടുത്ത് കാഞ്ഞിലേരിയുള്ള ഒരു പി കുഞ്ഞിരാമനെ ഒഴിച്ച് ബാക്കി 7 പേരെ രാത്രി പോലീസ് വണ്ടിയിൽ കയറ്റിയിട്ട്
നമ്മുടെ ഈ കല്യാട് ഭാഗത്ത് ഇരിക്കൂർ പടിയൂർ കല്യാട് ഭാഗത്തുള്ള പിന്നെ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവരെ കാട്ടിലിറക്കി വിട്ടിട്ട് വണ്ടി തിരിച്ചു വരികയായിരുന്നു. ഞങ്ങൾ ഈ ശരീരമാകലം സകലം ഈ പിന്നെ മർദ്ദനം കൊണ്ട് പിന്നെ കൈയും ശരീരമാകലം വീർത്ത് നീര് വന്ന് ഉള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങളെ കോടതിയിൽ ഹാജരാക്കിയാൽ അത് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് 4 ദിവസം ഞങ്ങളെ ലോക്കപ്പിലിട്ട് ഈ എണ്ണയൊക്കെ പുരട്ടി അങ്ങനെ ഈ നീരൊക്കെ അല്പം പിന്നെ മാറിയതിന് ശേഷമാണ് ഞങ്ങളെ പിന്നെ 2 പേരെ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യുന്നത്. അവിടെ ഞങ്ങൾ പിന്നെ ഇത് പ്രകടനം നടത്തി മറ്റേ മുദ്രാവാക്യം വിളിച്ചു എന്നൊക്കെയുള്ള ഒരു പിന്നെ സാധാരണ DIR അനുസരിച്ചിട്ടുള്ള കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ആദ്യത്തെ റിമാൻഡ് പിന്നെ കഴിഞ്ഞു. രണ്ടാമത്തെ റിമാൻഡിൽ അവർ പിന്നെ കുറ്റപത്രം സമർപ്പിച്ച് ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു. കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് 2 മാസം ശിക്ഷിച്ചിട്ട് അങ്ങനെ 2 മാസം 3 ജയിലുകളിലായിട്ട് തലശ്ശേരി ആദ്യം തലശ്ശേരി സബ് ജയിലിൽ, പിന്നീട് പിന്നെ കണ്ണൂർ സബ് ജയിലിൽ, ഒടുവിലായിട്ട് ഈ സബ് ജയിലുകളൊക്കെ നിറഞ്ഞു വരുന്ന സമയത്ത് അവിടെ നിന്ന് വേറൊരു ജയിലിലേക്ക് മാറ്റും. അങ്ങനെ 3ാമത്തെ തവണ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലൊരു 4 ജയിലിൽ കിടന്ന ഒരു ഭാഗ്യവാനാണ് ഞാൻ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 4 ജയിലിൽ കിടന്ന അനുഭവങ്ങളുണ്ട്. ഒരുപാട് മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അടിയന്തരാവസ്ഥ കാലത്തുള്ള ഇപ്പോഴത്തെ ഓർമ്മ. അന്ന് ശരിക്കും പറഞ്ഞാൽ 4 മാസം ഞങ്ങളുടെ കോഴിക്കോട് ജില്ലാ ജയിൽ ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു OTCയുടെ പിന്നെ അനുഭവമാണ് ഞങ്ങൾക്ക് നൽകിയത്. സാധാരണ സംഘത്തിൻ്റെ ഒരു മാസത്തെ OTC ഒക്കെ നടക്കാറുണ്ട്. എല്ലാവരും പിന്നെ പരിണിതരായിട്ടുള്ള ആൾക്കാരാണ്. നാരായണജിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന ആളുകൾ. പിന്നെ അതുപോലെ എല്ലാവരും പിന്നെ പരസ്പരം കഥകൾ പറഞ്ഞു, അനുഭവങ്ങൾ വിവരിച്ചു, മറ്റ് ചർച്ചകൾ നടത്തിയൊക്കെ ആയിട്ടുള്ള ഒരു 4 മാസം ഞങ്ങൾക്ക് കടന്നു പോയത് പിന്നെ ജയിൽ എന്നുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിലും അങ്ങനെ ഒരു അനുഭവം കൂടി ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ നെടുങ്ങാടി സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നെടുങ്ങാടി സാറ് അദ്ദേഹം ഈ പറഞ്ഞ 4 ദിവസം ഞങ്ങളെ ലോക്കപ്പിലുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു അദ്ദേഹം അറിയപ്പെടുന്ന കേരളത്തിലെ പത്രപ്രവർത്തകരാണ്. ഒടുവിൽ മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന KP കേശവമേനോൻ അടക്കമുള്ള ആളുകൾ ഇടപെട്ടിട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഒരു ജയിലിലെ ഈ 6 മാസത്തെ 4 ജയിൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്.